ശ്രീ ജയകുമാർ, പുതിയ പദ്ധതികൾ വരുന്നില്ല, നമുക്ക് പർച്ചേസിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. എത്രത്തോളം വൈദ്യുതി, എത്രത്തോളം വലിയ തുകയ്ക്ക് വർഷാവർഷം നമ്മൾ വാങ്ങുന്നുണ്ട്. അതിനു പുറമെ ഇങ്ങനെ വരുന്ന പ്രതിസന്ധികളുടെ സമയത്ത് കൂടിയ വിലയ്ക്ക്, നേരത്തെ തന്നെ 10 രൂപയ്ക്ക് പോയി വാങ്ങി വലിയ പ്രതിസന്ധിയായി. അവസാനമാണ് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും 10 രൂപയ്ക്ക് വാങ്ങാൻ അനുമതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി എന്തായാലും ഇനി ഇങ്ങനെ തന്നെ പോകും. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റമൊന്നും വരാത്ത സാഹചര്യത്തിൽ. പക്ഷേ മന്ത്രിയും അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളും ഒക്കെ പറയുന്നത് പുതിയ പദ്ധതി വരുമ്പോൾ നിങ്ങളൊക്കെ സമ്മതിക്കുമോ, മാധ്യമപ്രവർത്തകർ സമ്മതിക്കുമോ, പരിസ്ഥിതി പ്രവർത്തകർ സമ്മതിക്കുമോ എന്നതാണ്. നമുക്കുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്താതെ മറ്റുള്ളവരിലേക്ക് ഈ കുറ്റം ഇങ്ങനെ ആരോപിക്കുന്നത് അതെന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ കൊണ്ടാണോ? പ്രത്യേകിച്ച് ഈ പർച്ചേസിംഗിലുള്ള താല്പര്യം കൊണ്ടാണോ? രണ്ട് കാര്യങ്ങളുണ്ട് ശ്രീജ. ഒന്ന്, കഴിവില്ലാത്തതുകൊണ്ട്. രണ്ടാമത് ശ്രീജ പറഞ്ഞ ഈ പർച്ചേസിങ്ങിലെ താല്പര്യം. കാരണം വളരില്ല, ഞാൻ മനസ്സിലാക്കില്ല, പഠിക്കില്ല, എൻ്റെ എല്ലാ കുറ്റങ്ങൾക്കും കാരണം മറ്റൊരാളാണെന്നുള്ള എനിക്കൊന്ന് കടമനിട്ട പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ശാന്തയിൽ പറയുന്നുണ്ടല്ലോ, എനിക്ക് വെള്ളം കിട്ടാത്തതിൻ്റെ കാരണം മറ്റൊരാളാണെന്ന് കരുതുന്ന ഒരു കേരളീയ മലയാളി മൗഢ്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ നില ലോകത്തിൽ ഒരിടത്തും നിലനിൽക്കുന്ന വികസനം എന്ന് പറയുന്നത് അവരവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, പരസ്പരം പങ്കുവെക്കലാണ്. കേരളത്തിന് ആവശ്യമുള്ള ഭക്ഷണം കേരളത്തിൽ ഉണ്ടാവുന്നില്ല, കേരളത്തിൽ പാസ്സാവുന്ന കുട്ടികൾക്കുള്ള തൊഴിൽ ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റു പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കലും കൊടുക്കലും വാങ്ങലും ഉണ്ട്. അതാണ് നിലനിൽക്കുന്ന വികസനം എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഒന്ന്, ആദ്യം എനിക്ക് ചോദിക്കാൻ, ഒരുപക്ഷെ നമ്മളിതിൽ ചോദിക്കേണ്ടി വരിക ശ്രീജ, ഈ ഉണ്ടാക്കിയ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തത്? കാരണം നമ്മൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, പുതിയത് വേണമെന്ന് പറയുന്ന നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിനോടോ നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോഴോ നമ്മൾ നോക്കും എങ്ങനെയായിരുന്നു നമ്മുടെ പെർഫോമൻസ് എന്തായിരുന്നു, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തത്. ഈ ഒരു പൊതു ചോദ്യത്തിൻ്റെ മുന്നിലാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ പുതിയ പദ്ധതികൾ പലതും ഇല്ലാതായി പോകുന്നത്. കാരണം നമ്മൾ നിലവിലുള്ള നിയമങ്ങളനുസരിച്ചുള്ള പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും പാരിസ്ഥിതിക ഓഡിറ്റും ഒക്കെ ചെയ്ത് എന്തുകൊണ്ടൊരു കാര്യം വേണമെന്ന് സമർത്ഥിക്കുന്നതിൽ പോകുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് പൊതുവേ ഇതിൽ വരുന്ന ഒരു പ്രശ്നമുള്ളത്, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്, അത് മാത്രമാണെന്ന് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും വേറൊരാളുടെ ശബ്ദമോ വേറൊരു കാര്യമോ കേൾക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ ഉൽപ്പാദനവും വിതരണവും ഒക്കെ തടസ്സമാകുന്നത്. കാരണം ഇതിൽ പിന്നെയും നമ്മൾ അറിയേണ്ടത്, നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാലും നമ്മുടെ വിതരണ ശൃംഖലയുടെ ഇൻഫ്രാസ്ട്രക്ചറിന് പരിമിതിയുണ്ട്. അത് തിരുത്താത്തടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന്, കേരളത്തിലെ ഈ ചൂട് കൂടുന്നതിൻ്റെ സൂക്ഷ്മ കാലാവസ്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലുണ്ടാക്കിയിട്ടുള്ള 2018 പ്രളയം തൊട്ട് ഇങ്ങോട്ട് ചൂട് വരെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഇതിനൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള വലിയ വികസന പദ്ധതികൾ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതിനെ കുറിച്ചും നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും. അതിൽ നിന്ന് മാറിയിട്ടല്ലോ വൈദ്യുതി. നമ്മൾ കൂടംകുളത്തിനെതിരെ ഒരുപാട് സമരം ചെയ്ത ആളുകളാണ്. ഇപ്പോൾ നമ്മൾ കൂടംകുളത്ത് നിന്ന് 500 മെഗാവാട്ട് വൈദ്യുതിയോളം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു ചീമേനിയിൽ സ്ഥലം കണ്ടെത്തി, അല്ലെങ്കിൽ അതിരപ്പള്ളിയിൽ വേണമെങ്കിൽ ഒരു 10,000-15,000 ഏക്കർ വലിയ പ്രതിസന്ധി ഒന്നുമില്ലാതെ, പരിസ്ഥിതിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു തെർമൽ പ്ലാന്റിന് വേണ്ടി കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ സമ്മതിക്കില്ല. അത് അവരും പറയുന്നത് ഈ പർച്ചേസിങ്ങിൽ ചില താല്പര്യങ്ങളുണ്ട്, അതിൽ അങ്ങനെയാണ് അവരും പറയുന്നത്. അപ്പം നമ്മൾ ഇതൊന്നും വേണ്ട എന്ന് പറയുകയും നമുക്ക് കൃത്യമായി വൈദ്യുതി കിട്ടണം എന്ന് പറയുകയും ചെയ്യുന്നതിൽ നമ്മൾ സമൂഹം എന്ന നിലയിൽ നമുക്കും ഒരു ഇരട്ടത്താപ്പില്ലേ? ഇല്ലെന്നാണ് ഞാൻ പറയാം. കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിൽ കേരളം മാത്രമല്ലല്ലോ വൈദ്യുതി ഉണ്ടാക്കുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പറയും നമ്മളൊരു ഇടത്തരം യൂറോപ്യൻ രാജ്യത്തിലെ സൗകര്യങ്ങളിലേക്കും വരുമാനത്തിലേക്കും അവിടുത്തെ സാഹചര്യങ്ങളിലേക്കുമാണ് കേരളം വളരേണ്ടതെന്നാണ് പറയുന്നത്. എന്താണ് ഇടത്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത്? ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പാരമ്പര്യേതര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ജർമ്മനിക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ടെക്നോളജി ഉണ്ട്. ജർമ്മനിയിലാണ് ഞാനെങ്കിൽ എനിക്ക് എൻ്റെ പാരിസ്ഥിതിക ബോധം അനുസരിച്ചിട്ട് എനിക്ക് ആണവ വൈദ്യുതി വേണ്ടാന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഗ്രിഡിൽ നിന്ന് ആണവ വൈദ്യുതി ഇല്ലാതെ വരുന്ന വൈദ്യുതി എടുക്കാനുള്ള സൗകര്യങ്ങളും സമയങ്ങളെക്കുറിച്ച് പോലും അവിടുത്തെ വൈദ്യുത വിതരണ ശൃംഖലയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊരു ഇരട്ടത്താപ്പൊന്നുമല്ല. ഒരാൾക്കാരുടെ കഴിവില്ലായ്മയും അല്ലെങ്കിൽ അവർക്ക് പ്ലാൻ ചെയ്യാനുള്ള കഴിവില്ലായ്മ, അവർ പുതിയ ടെക്നോളജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവില്ലായ്മ വേറൊരാളിലേക്ക് എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഒരുപക്ഷെ തീർച്ചയായിട്ടും നമ്മളൊരാൾ ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കതിനോട് യോജിക്കാൻ പറ്റുമോ?
അവരത് തെളിയിക്കേണ്ടത് എന്തുകൊണ്ടാണ് അത് ശരിയായ ഒരു മാതൃകയാകുന്നത് എന്നുള്ളത്. ആ മാതൃകയാകുന്നത് തെളിയിക്കാനുള്ള പരാജയം കൊണ്ട് മാത്രമാണ് നടക്കാത്തത്. അല്ലാതെ ഇവിടെ ഈ പറയുന്ന പല സാധ്യതകളും നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് പറ്റില്ല. കാരണം കേരളത്തിൽ അത്രയധികം ജനസാന്ദ്രതയുണ്ട്, അത്ര കുറച്ച് ഭൂമിയേ ഉള്ളൂ. കേരളത്തിന് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ കൃഷി സ്ഥലങ്ങളെയും ഞാൻ കൃഷിഭൂമിയായിട്ട് ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ കേരളം സമ്മതിക്കുമോ? വൈദ്യുതി ഉൽപ്പാദനം നിൽക്കട്ടെ, കേരളം എല്ലാ സ്ഥലങ്ങളും ഞാൻ കൃഷിഭൂമിയാക്കി, അല്ലെങ്കിൽ വെള്ളം എനിക്ക് ആവശ്യത്തിന് തികയുന്നില്ല, അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഞാൻ 25 ഹെക്ടർ കുളം ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ കേരളം സമ്മതിക്കും? മനുഷ്യന് ജീവിക്കാനുള്ള ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം പറയുന്ന ജീവിക്കാനും സ്വത്തിനുമുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്തും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ സത്യം നമ്മൾ വളരെ നേരത്തെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജോസഫ് പറഞ്ഞൊരു കാര്യം കൊണ്ടുണ്ട്. വസ്തുതകളായി കണ്ടുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നമായി കണ്ടുകൊണ്ട്, ഇത് ഞാൻ കാണുന്ന കണ്ണിലൂടെ പ്രശ്നങ്ങളില്ലെന്ന് നിങ്ങൾ കാണുന്ന കണ്ണിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളൊരു സമീപനം ശരിയല്ല. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് കൂട്ടായിട്ട് എന്ത് ചെയ്യാം എന്ന് ചിന്തയില്ലാത്തിടത്താണ് നമുക്ക് മറ്റൊരാളെ കുറ്റം പറയേണ്ടി വരുന്നത്. എനിക്ക് വെള്ളം കിട്ടാത്തതിൻ്റെ കാരണം മറ്റൊരാളാണെന്ന് ഞാൻ കരുതുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.